എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽമറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഹെൽമറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? എല്ലാവർക്കും അറിയാം, ഹെൽമറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മുടെ തലയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽമറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഭൂരിഭാഗം ആക്സിഡൻറ്റിലും ആൾക്കാരുടെ മരണം ഉണ്ടാവുന്നത് ഹെൽമറ്റ് ഇല്ലാതെ ഓടിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഹെൽമറ്റ് എന്തുകൊണ്ട് ആണ് ആൾക്കാർ ഇല്ലാതെ ഓടിക്കുന്നത്? എന്തിനാണ് ഹെൽമറ്റ് ഇല്ലാതെ ഓടിക്കുന്നത്? ഇപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞാലും ഗുരുക്കന്മാർ പറഞ്ഞാലും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞാലും ഒന്നും കേൾക്കാതെ നമ്മുടെ സീനിയർ ആൾക്കാരോ അല്ലെങ്കിൽ ബൈക്ക് റൈഡേഴ്സോ ഒക്കെ പറഞ്ഞാലും നമ്മൾ കേൾക്കാതെ ഹെൽമറ്റ് വീട്ടിൽ വെച്ച് പോകുന്നൊരു പതിവ് ഇന്നത്തെ യുവാക്കളിൽ കാണുന്നുണ്ട്. യുവാക്കളിൽ മാത്രമല്ല, പല സീനിയറായിട്ടുള്ള ആൾക്കാരിലും കാണുന്നുണ്ട്. അപ്പം നമ്മളൊരിക്കലും ഹെൽമറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കരുത്. 2 വീലേഴ്സ് ഓടിക്കാതിരിക്കുക, ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ നമ്മൾ വീട്ടുകാരോട് പറഞ്ഞിട്ട് വേണം പുറത്തേക്ക് പോകാൻ. ഞാൻ ജീവനോടെ തിരിച്ചു വരും എന്ന ഉറപ്പ് കൊടുത്തിട്ട് വേണം പുറത്തു പോകാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റോഡ് സേഫ്റ്റി പാലിക്കേണ്ട അത്യാവശ്യമാണ്. റോഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പം ഈ റോഡ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഹെൽമറ്റ് ഇല്ലാതെ 2 വീലർ റൈഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ ഹെൽമറ്റ് വെക്കും. പിന്നെ പലരും കണ്ടിട്ടുള്ള കാര്യമാണ് ഹെൽമറ്റ് എടുത്തിട്ട് മിററിൻ്റെ മുകളിൽ തൂക്കിയിട്ടിട്ട് വണ്ടി ഓടിച്ചു പോകുക. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഹെൽമറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. കാരണം വെച്ചാൽ ഒരു ജീവനെങ്കിലും പൊലിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സെൽഫായിട്ട് നമ്മുടെ ജീവിതം എന്തിനാണ് ഇല്ലാതെയാക്കുന്നത്? നമ്മുടെ ഒരുപാട് ജീവിതം നമുക്കുണ്ട്, മനോഹരമായ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ആ ജീവിതം ഇല്ലാതാക്കേണ്ട ആവശ്യം എന്താ? ഒരു ഹെൽമറ്റ് വെക്കുന്നതുകൊണ്ട് നമ്മുടെ സാധാരണയുള്ള എല്ലാ അപകടങ്ങളും, ബൈക്ക് അപകടങ്ങളും ആദ്യം നമ്മൾ തെറിച്ച് വീണ് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇമ്പാക്റ്റ് കൂടുതലുണ്ടാവുന്ന തലയ്ക്കാണ്. അതുകൊണ്ടാണ് ഹെൽമറ്റ് നമ്മുടെ തലയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നമ്മുടെ വേറെ ഏത് ഭാഗത്തിനും ചതവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം. തലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കോമ സ്റ്റേജ് ആവാം, ചിലപ്പോൾ നമ്മുടെ സംസാരശേഷി നഷ്ടപ്പെടാൻ, പല രീതിയിൽ ചിലപ്പോൾ മരണം സംഭവിക്കാം. പല രീതിയിൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഹെൽമറ്റ് ഉപയോഗിക്കുക. അതുപോലെ ഹെൽമറ്റ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, റോഡ് സൈഡിലോ അവിടെയുള്ള വളരെ ചുരുങ്ങിയ വിലയുള്ള ഹെൽമറ്റുകൾ മേടിക്കുമ്പോൾ എപ്പോഴും ISI മാർക്കുള്ള ഹെൽമറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. നല്ല ISI മാർക്കുള്ള അപ്രൂവ്ഡ് ഹെൽമറ്റ് മാത്രം ഉപയോഗിക്കുക. അല്ലാത്ത ഹെൽമറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അതുപോലെ നമ്മൾ ഹെൽമറ്റ് കുറച്ച് കാലമായിട്ട് ഡാമേജൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ബ്രദറോ വൈഫോ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും നമ്മുടെ ബാക്കിൽ കയറുന്നുണ്ടെങ്കിൽ അവരോടും കൂടി ഹെൽമറ്റ് വെക്കാനായിട്ട് ആവശ്യപ്പെടുക. അപ്പോൾ നമ്മുടെ ബൈക്കിൽ തന്നെ 2 ഹെൽമറ്റ് വെച്ചാൽ ഗ്രേറ്റ് ആണ്. അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ് എപ്പോഴും. അപ്പം അഥവാ ഒരു ഫ്രണ്ട് കയറുകയാണെങ്കിൽ അവനെ ഹെൽമെറ്റ് ധരിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഹെൽമെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയത്ത് യൂസ് ചെയ്യാൻ, അല്ലാതെ നമ്മൾ വേർപ്പ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഫംഗസോ അല്ലെങ്കിൽ അതുപോലുള്ള ബാക്ടീരിയാസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഹെൽമെറ്റിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞാൽ സ്പോഞ്ചായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഹെൽമെറ്റ് റൈഡൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഡ്രൈ ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്യുക. അതുപോലെ ഒന്ന് വെയിലത്തൊക്കെ വെച്ച് ഒന്ന് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പം ഹെൽമെറ്റ് വെക്കാതെ ആരും പുറത്തു പോകാതിരിക്കുക, അപകടങ്ങൾ ഒഴിവാക്കുക. പോലീസും അതുപോലെ RTO ഒക്കെ പറയുന്ന നിയമങ്ങൾ നമ്മൾ പാലിക്കുക, റോഡ് നിയമങ്ങൾ നമ്മൾ പാലിക്കുക, പഠിച്ചിരിക്കുക, മറ്റുള്ളവരിലേക്ക് അവയർനെസ് എത്തിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.